കോതമംഗലം വാരപ്പെട്ടിയിൽ പ്ലൈവുഡ് കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. കമ്പനി മലിനീകരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെതിരെ കടുത്ത സമരപരിപാടികളിലേക്ക് നീങ്ങുകയാണ് നാട്ടുകാർ. വാരപ്പെട്ടി കണ്ടോത്തുപടിയിലെ ഓസ്കാർ പ്ലൈവുഡ് കമ്പനിക്കെതിരെയാണ് നാട്ടുകാർ ഒരു മാസമായി സമരം തുടരുന്നത്. കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് ഇന്നലെ സമരത്തിനിറങ്ങിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം കമ്പനിക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള ടൗൺ പ്ലാനിംഗ് ഓഫീസറുടെ ഉത്തരവ് കാണുക. സ്ഥാപനം മൂലം സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പാക്കണമെന്ന് ഇതിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ നാട്ടുകാർ മുഴുവനായും കമ്പനിക്കെതിരെ നേരിട്ട് പരാതി കൊടുത്തിട്ടും നടപടികൾ എടുക്കാൻ അധികൃതർ മടിക്കുകയാണ്. ടൗൺ പ്ലാനറുടെ ഒരു അടിയന്തര അന്വേഷണം നടത്തണമെന്നും മിതമായ അല്ലെങ്കിൽ മതിയായ സെറ്റ്ബാക്കുകൾ ഇല്ലാതെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്നും തദ്ദേശവാസികൾക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടെ ആളുകൾ ടൗൺ പ്ലാനറെ കാണുകയും പരാതിപ്പെടുകയും ചെയ്തിട്ടും 22/6 കൊടുത്ത പരാതിക്ക് ഇതുവരെ യാതൊരു പരാതിയും ഒരു അടിസ്ഥാനപര അന്വേഷണം നടത്തുകയോ. സമീപത്തെ ഹരിജൻ കോളനിയിലേക്കും ജലാശയങ്ങളിലേക്കും മാലിന്യം തള്ളുന്നുണ്ടെന്നും മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫോർമാൽഡിഹൈഡ് എന്ന രാസവസ്തു ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. നടപടികളൊന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. 19 കുടുംബങ്ങൾക്ക് 100ഓളം ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ്. അവർ ചെറിയ കുടുംബങ്ങളായി നിർദ്ധനരായ പാവപ്പെട്ട ആളുകളാണ്. അവരെയാണ് അവരുടെ പ്രാർത്ഥനാലയം തൊട്ടടുത്തുണ്ട്. ആ പ്രാർത്ഥനാലയത്തിൽ നിന്ന് മിതമായ ഭാഷയിൽ അല്ലെങ്കിൽ ചെറിയ മന്ത്രോച്ചാരണങ്ങൾ നടത്തി പ്രാർത്ഥിക്കുന്നതിനോ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ശബ്ദ മലിനീകരണവും പുകയും മലിനങ്ങളും അതിൻ്റെ തൊട്ടുള്ള കിണറിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കമ്പനി ഉടമകൾ പറയുന്നത്. കണ്ടോത്തുപടിയിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.